നാളിതോറും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രേവതിക്കുട്ടി അവളുടെ അച്ഛനെ കണ്ടിട്ട് തിരികെ വന്നിരിക്കുകയാണ്. രേവതിക്ക് സ്വന്തം അച്ഛനാണെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഗ്രേസിയമ്മ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് രേവതിക്ക് ഭയങ്കര വിഷമമായത്. അങ്ങനെ അച്ഛനെ കണ്ടുവന്നതിന് ശേഷം രേവതിക്കുട്ടി പറഞ്ഞിട്ട്, വേണ്ടായിരുന്നു ആൻറ്റി, അവിടെ എന്നെ കൊണ്ടുപോവേണ്ടായിരുന്നു. അങ്ങോട്ടേക്കാണെന്ന് അറിഞ്ഞുവെങ്കിൽ ഞാൻ ഒരിക്കലും ആൻറ്റിയുടെ കൂടെ വരില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന സമയത്തിന് ഗ്രേസി ആൻറ്റി ചോദിക്കുന്നുണ്ട്, അതെന്താ മോളെ നീ അങ്ങനെ പറയുന്നത്? നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുൻപേ തന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് നിനക്ക് സാധിച്ചില്ലേ എന്ന് ചോദിക്കും. അച്ഛൻ എനിക്ക് അച്ഛനെ അല്ലായിരുന്നു. എനിക്ക് കഥയൊക്കെ ആകെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്ക് ഓർത്തിട്ട് ഭയങ്കര സങ്കടം വന്നു. പാവം എൻ്റെ അമ്മ എത്രമാത്രം വിഷമിച്ച് കാണും. എൻ്റെ അമ്മയെ എനിക്കൊരു നോക്ക് പോലും കാണാൻ പറ്റിയില്ലല്ലോ. ഇനി എൻ്റെ അമ്മയെ എനിക്ക് കാണാനും പറ്റത്തില്ലല്ലോ. ഗ്രേസി ആൻറ്റി, എനിക്ക് ജന്മം തന്ന സ്ത്രീ എന്നെ ഉപേക്ഷിച്ച് പോയതൊന്നുമല്ലല്ലോ. ആ സ്ത്രീ ആത്മഹത്യ ചെയ്തപ്പോൾ എന്നെ വേറെ ആരും നോക്കാനില്ലാത്തത് കൊണ്ടല്ലേ ഓർഫണേജിലേക്ക് കൊണ്ടുപോയാക്കിയത്. അപ്പോൾ ഒരിക്കൽ പോലും എൻ്റെ അമ്മ ഇവിടെ തെറ്റുകാരിയല്ല. എൻ്റെ അമ്മ എങ്ങനെ തെറ്റുകാരിയാവും? രേവതിക്കുട്ടിയുടെ വാക്കെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗ്രേസിയാമ്മക്ക് ഭയങ്കര സങ്കടം വന്നു. ഗ്രേസിയാമ്മ പറയുന്നുണ്ട്, മോളെ നീ കരയല്ലേ, മോൾ എന്ത് പാപം ചെയ്തിട്ടുണ്ട്? മോളെ ഒരു പാവവും ചെയ്തിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് മോൾക്കിപ്പോൾ നല്ലൊരു ജീവിതം കിട്ടിയിരിക്കുന്നതും മോളെ ഞങ്ങൾ എടുത്ത് ദൈവം കൊണ്ടുപോയി തന്നിരിക്കുന്നതും ഒക്കെ. മോളുടെ അമ്മ മരിച്ചുപോയി, അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോൾക്ക് ഓർമ്മയില്ലാത്ത സമയത്ത് തന്നെ മോളുടെ അമ്മ മരിച്ചുപോയി. പിന്നെ ദേ ഇപ്പോൾ അച്ഛൻ്റെ കാര്യം നീ പറഞ്ഞില്ലേ, അദ്ദേഹം തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയമാണ്. ഹെൽത്ത് കണ്ടീഷൻ ഒട്ടും ശരിയല്ല. അപ്പോൾ പിന്നെ നിന്നെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ കൊണ്ടുപോയി കാണിക്കുക. അച്ഛൻ മരിക്കുന്നതിന് മുൻപേ തന്നെ ഒരു നോക്ക് കാണുക. അതൊക്കെ ഏതൊരു മകളുടെയും അവകാശമാണ്. അല്ലെങ്കിൽ ഒരച്ഛൻ്റെ അവകാശം തന്നെയാണ് മകളെ കാണുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചത്. മോളുടെ മനസ്സ് ഇത്രമാത്രം വേദനിക്കുമെന്നൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. എനിക്ക് വേണ്ട, എനിക്കിനി അങ്ങോട്ടേക്ക് പോകണ്ട, എന്നെ ഇനി അങ്ങോട്ടേക്കൊന്നും കൊണ്ടുപോകരുത് എന്ന് പറയാണ് രേവതിക്കുട്ടി. മരിച്ചാലും എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണ്ട. എൻ്റെ അമ്മയെ ദ്രോഹിച്ചവരല്ലേ അവരൊക്കെ. അന്ന് ആ വീട്ടിൽ അമ്മയെ കയറ്റിയിരുന്നുവെങ്കിൽ, ഒരു വിവാഹം കഴിക്കാതെ എൻ്റെ അച്ഛൻ ഇരുന്നുവെങ്കിൽ ഇപ്പോൾ എൻ്റെ അമ്മ ജീവിച്ചിരിക്കില്ലായിരുന്നോ? അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും കിട്ടില്ലായിരുന്നോ? എൻ്റെ അച്ഛൻ കാരണം തന്നെയല്ലേ ഇതൊക്കെ സംഭവിച്ചത്. ഹേയ്, അങ്ങനെയൊന്നും പറയേണ്ട മോളെ, അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ദേ ഗ്രേസി ആൻറ്റിയും മാമച്ചനൊക്കെ നിനക്കുണ്ടല്ലോ, അത് മതി. ഇനി അങ്ങോട്ടേക്ക് പോവാൻ ഇഷ്ടമില്ലെങ്കിൽ നീ പോവണ്ട, ഞാൻ നിർബന്ധിക്കുന്നുമില്ല. എന്താ മോളെ, മതിയോ? മതി ആൻറ്റി, ഞാൻ ഇനി പോവില്ല. ഇനി ഒരിക്കലും ഞാൻ പോവില്ല. എന്നെ അങ്ങോട്ടേക്ക് പോവാൻ നിർബന്ധിക്കരുത്. ഇപ്പോൾ തന്നെ ദേ കൂട്ടുകാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ പോകുന്നത്. മാത്രവുമല്ല അവിടുത്തെ രീതികളൊന്നും തന്നെ എനിക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ അച്ഛനെ കെട്ടിയിരിക്കുന്ന ഇപ്പോഴത്തെ ആ സ്ത്രീയില്ലേ, എന്ത് വൃത്തികെട്ട സ്ത്രീയാണെന്നോ അവര്. അവിടെ എല്ലാ ആണുങ്ങളുടെയും കൂടെ ഇരുന്ന് ചീട്ട് കളിക്കുന്നു, കള്ളു കുടിക്കുന്നു. ഓ, എനിക്കത് കണ്ടിട്ട് തന്നെ എന്തോ പോലെയൊക്കെ തോന്നുവാണ്. അല്ലെങ്കിലും അവർക്കത് തന്നെ വേണം. എൻ്റെ പാവമാമയെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടല്ലേ ആ സ്ത്രീയെ കെട്ടിക്കൊണ്ടുപോയത്. അതുകൊണ്ടല്ലേ എൻ്റെ അമ്മ മരിച്ചത്. അപ്പോൾ പിന്നെ അവർക്കത് തന്നെ വേണം. എന്നിട്ട് എൻ്റെ അച്ഛനെ ഒന്ന് നോക്കുന്നു പോലുമില്ലല്ലോ അവർ. അച്ഛനാണ് പോലും അച്ഛൻ. ആ പേര് പറയാൻ പോലും എനിക്ക് നാണക്കേട് തോന്നുവാണ്. എനിക്ക് അപമാനം തോന്നുവാണ്. എനിക്ക് വേണ്ട, എനിക്ക് ആ പേര് പറയാൻ പോലും ഇഷ്ടമല്ല. എൻ്റെ അച്ഛനല്ല, എൻ്റെ അച്ഛനല്ല എന്നൊക്കെ പറഞ്ഞങ്ങനെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് രേവതിക്കുട്ടി. അന്നേരം ഗ്രേസിയാമ്മ അവളുടെ തോളത്തേക്ക് ചായച്ചുകൊണ്ട് തന്നെ പറഞ്ഞു, സാരമില്ല മോളെ, പോട്ടെ, സമാധാനിക്കുക എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി എങ്ങനെ ഉപദേശിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രോഹിത്തും ബബിതയൊക്കെയാണ്. രോഹിത്തിനെയും ബബിതയും ഇപ്പോൾ കടപ്പാട്ടൂർ വീട്ടിലേക്ക് പറഞ്ഞു വിടണമല്ലോ. കടപ്പാട്ടൂരിലേക്ക് അവരെ പറഞ്ഞു വിടേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം അവിടെ ഹരി ഇപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. മാത്രവുമല്ല ഹരിയുടെ സ്വഭാവം നന്നായിട്ട് തന്നെ ശിവേട്ടനും രാജീവനും കമലക്കൊക്കെ അറിയാം. അപ്പോൾ ഹരി അവിടെ ഉള്ളിടത്തോളം കാലം ബബിത സ്വന്തം അച്ഛൻ്റെ പെങ്ങളുടെ മകളാണെങ്കിൽ പോലും മറ്റൊരു കുടുംബത്തിലെ ആണാണല്ലോ. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധമൊന്നും ഹരി നോക്കുന്നില്ല എന്ന് പെറ്റ തള്ളക്ക് വരെ അറിയാം. കമലമ്മക്ക് വരെ ഈ ഹരിയുടെ സ്വഭാവമൊക്കെ എന്താണെന്ന് നന്നായിട്ട് അറിയാം. ഇനി ഇവിടെ വന്നു നിന്ന് വല്ല ചീത്തപ്പേരും ഉണ്ടായിക്കഴിഞ്ഞാൽ തീർന്നു, അവിടെ കൊണ്ട് തീർന്നു. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് രാജീവനും ശിവശങ്കരനും കമലയൊക്കെ ചേർന്ന് ഒരു തീരുമാനമെടുക്കുകയാണ്. പക്ഷേ കമലയ്ക്ക് ഇതുവരെ തന്നെ അവരെ പറഞ്ഞു വിടുന്നതിൽ താല്പര്യമില്ല. കാരണം അവിടെ തോറ്റുപോകുമല്ലോ. കമല അവരെ വിളിച്ചിറക്കി കൊണ്ടുവന്നതും കമലയുടെ കൂടെ തന്നെയാണല്ലോ. ആ സമയത്തിന് ചൂലെടുത്ത് നമ്മുടെ ബാലചന്ദ്രൻ അവിടെ കമലയെ ആട്ടിയിറക്കി ഓടിച്ചതാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് അവർ തിരിച്ചു കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് തോൽവിക്ക് തുല്യമാണ്. അതുകൊണ്ടാണ് കമലയ്ക്ക് അത് താല്പര്യമില്ലാത്തത്. പക്ഷേ ഹരിയുടെ കാര്യം അതുപോലെ തന്നെയാണ്. ഇവരുടെ ഭാവി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എത്ര നാൾ വേറൊരു വീട്ടിൽ നിൽക്കും? ഉപ്പോളും വരില്ലല്ലോ ഉപ്പിട്ടത് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരിക്കലും സ്വന്തം വീട് പോലെ ആവില്ല. അപ്പോൾ രാജീവനും ശിവശങ്കരനും കൂടി കൊണ്ടുപോകാൻ ഒരുങ്ങാണ്. രോഹിത്തിനാണെങ്കിൽ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ബബിതക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ബബിതക്ക് ഇത്രയും നാളും അങ്ങോട്ടേക്ക് പോകാൻ പോലും ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ
അതിൻ്റെ പ്രധാന കാരണം ഹരിയാണ്. ഹരിയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു വീഡിയോ, അത് ഹരിയുടെ കയ്യിലുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ലെങ്കിൽ പോലും ഹരിയുടെ മനസ്സിലിരിപ്പ് ബബിതയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഇനി ഏതായാലും ഈ വീട്ടിൽ നിൽക്കാൻ ബബിതയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. ബബിത പറയുന്നുണ്ട്, രോഹിത്തേട്ടാ വാ നമുക്ക് പോവാമെന്ന് പറയും. അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട്, എന്താ ബബിതേ നീ ഇപ്പം ഇങ്ങനെ പറയുന്നത്? നമ്മൾ അങ്ങോട്ടേക്ക് കയറി ചെന്നാൽ പിന്നെ എന്തൊരു നാണക്കേടാണെന്നറിയോ? നീ ഒന്ന് ഓർത്തു നോക്കിക്കേ. ഇനി അങ്ങോട്ടേക്ക് ചെന്നാൽ നമുക്ക് പട്ടിയുടെ വില പോലും അവിടെ കിട്ടില്ല. ഞാൻ അന്ന് ഇറങ്ങി വന്നപ്പോൾ കൃഷ്ണമോള് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? രോഹിത്തേട്ടനേക്കാൾ നല്ലതാണ് രോഹിത്തേട്ടൻ്റെ പട്ടിയെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ അപമാനിച്ച് ആട്ടി ഇറക്കി വിട്ട് അങ്ങോട്ടേക്ക് ചെല്ലാൻ എനിക്ക് പറ്റത്തില്ല. നമുക്ക് അമ്മയുടെ അടുത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഓ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയി നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല രോഹിത്തെ. ഏതായാലും നമുക്ക് അങ്ങോട്ടേക്ക് തന്നെ പോവാം. അലീന അവിടെ ഉണ്ട് എന്ന് കരുതിയിട്ട് എന്താ പ്രശ്നം? അലീന അവിടെ ഉള്ളത് ഒരു തരത്തിൽ നല്ലതാണല്ലോ എനിക്ക് തോന്നുന്നത്. അമ്മ ഇല്ലാത്ത വീട്ടിലെ പണികൾ മുഴുവൻ ഞാനും രോഹിതും കൃഷ്ണമോളും കൂടി ചെയ്യേണ്ടി വരും. അലീന ഉണ്ടെങ്കിൽ പിന്നെ ആ വീട്ടിലെ പണി ആരും ചെയ്യേണ്ട, അവൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്തോളും. നമുക്ക് കറക്റ്റായിട്ട് തന്നെ കാപ്പി കിട്ടും, ഇഷ്ടമുള്ള കറികൾ കിട്ടും, സകല പണികളും അവൾ ഒറ്റയ്ക്ക് ചെയ്തോളും. അന്നേരം രോഹിത് ചോദിക്കുന്നുണ്ട്, അതെ ബബിതെ നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അവളിപ്പോൾ അവിടെ വേലക്കാരിയൊന്നുമല്ല, അച്ഛൻ്റെ പൊന്നാര മോളായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അച്ഛൻ ഇതൊക്കെ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. രോഹിത് ഇവിടെ നിൽക്കുകയാണെങ്കിൽ നിന്നോ, എനിക്ക് ഏതായാലും പ്രശ്നമില്ല, ഞാൻ പോവാണ്. ഞാൻ ഏതായാലും അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ് എന്നൊക്കെ പറഞ്ഞ് ബബിത വാശി പിടിക്കും. ഇത്രയും ദിവസം അനങ്ങാൻ മടിച്ച ബബിതയാണ് ഇപ്പോൾ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്. അലീനെ കാണുന്നത് പോലും വെറുപ്പായിരുന്നു അവൾക്ക്. പക്ഷേ ഇപ്പോൾ അവൾക്ക് പോകണം. കാരണം ഹരിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന ആ ഒരു ചീപ്പ് പരിപാടി തന്നെയാണ്. ഇനി അവിടെ നിന്ന് സ്വന്തം മാനം പോകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. വാശിയേക്കാൾ വലുത് മാനമാണല്ലോ. ബബിത വരുന്നത് കണ്ട് രോഹിതും ബാഗുമായി ഇറങ്ങി. അങ്ങനെ അവരങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ശിവശങ്കരൻ പറയുന്നുണ്ട്, മക്കളെ നിങ്ങളെ പറഞ്ഞു വിടുന്നത് സ്നേഹക്കുറവ് കൊണ്ടൊന്നുമല്ല. നിങ്ങൾ എവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ബാലചന്ദ്രൻ നിങ്ങളുടെ അമ്മയും തമ്മിൽ ഒന്നിക്കില്ല. നിങ്ങളുടെ അച്ഛനും അമ്മയും രണ്ടായിരിക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ബബിത പറയുന്നത്, ഇല്ല, എൻ്റെ അച്ഛനും അമ്മയും പഴയതുപോലെ തന്നെ ഒന്നിക്കണം. എങ്കിൽ മക്കളെ നിങ്ങൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഞങ്ങൾക്ക് ഒരേ ഒരു പെങ്ങള് മാത്രമേ ഉള്ളൂ, വൈജയന്തി. അവളുടെ ജീവിതം താറുമാറാക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. പിന്നെ ബാലചന്ദ്രൻ ഒരു തെറ്റ് ചെയ്തു, അതൊക്കെ ശരിയാണ്. ഇനി അലീനയെ മാറ്റി നിർത്താൻ പറ്റുമോ? ആ വീട്ടിൽ നിങ്ങൾക്ക് എന്തൊക്കെ അവകാശമുണ്ടോ അതൊക്കെ അലീനക്കുമുണ്ട്. കാരണം നിങ്ങളുടെ അച്ഛൻ്റെ മകളാണ് അവള്. ബാലചന്ദ്രനെ അച്ഛ എന്ന് വിളിക്കാൻ അവകാശമുള്ള ആദ്യത്തെ കുട്ടിയാണ് അവള്. അവൾ നിങ്ങളെ അടക്കി ഭരിക്കാനൊന്നും വരില്ല. പിന്നെ നിങ്ങളുടെ അമ്മയെ നോക്കാൻ ഒരാൾ വേണമല്ലോ. മുമ്പായിരുന്നെങ്കിൽ അമ്മ അവളെ ഓടിച്ചേനെ. പക്ഷേ അമ്മ ഇപ്പോൾ അതിനുള്ള കണ്ടീഷനൊന്നും അല്ലല്ലോ. അവൾ തന്നെ വരുത്തി വെച്ചതാ ഇതൊക്കെ. അവൾ അനുഭവിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, എന്താ ശിവേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? സ്വന്തം പെങ്ങളെയാണല്ലോ നിങ്ങൾ ഇങ്ങനെ കുറ്റം പറയുന്നത് എന്ന് പറയുന്ന സമയത്തിന് ശിവേട്ടൻ പറയുന്നുണ്ട്, കമലേ നീ ഒന്നും മിണ്ടാതിരിക്കുന്നതോ? നീ അങ്ങ് ഒറ്റയാവും. പരദൂഷണം പറയാനല്ലേ നിനക്കറിയുള്ളൂ. ദേ പിള്ളേരെ വാ നമുക്ക് പോവാം. പോകുന്നതിന് മുൻപേ തന്നെ ഹരി ബബിതയൊന്ന് കാണുന്നുണ്ട്. നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാന്നൊന്നും വിചാരിക്കേണ്ടത്. ആ ബാക്കപ്പ് മെസ്സേജ് എല്ലാം തന്നെ എൻ്റെ കയ്യിൽ എൻ്റെ ഫോണിലുണ്ട്. നിൻ്റെ വീഡിയോസും അതിലുണ്ട്. നിന്നെ ഞാൻ നാറ്റിക്കും. ബബിത ഹരിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒന്ന് തുപ്പിയിട്ട് പറയുന്നുണ്ട്, നീ എൻ്റെ ആങ്ങളായിട്ടാണ് ഞാൻ നിന്നെ കണ്ടത്. എന്നിട്ട് നീ എൻ്റെ മാനത്തിന് വിലയിടുന്നോടാ. നീ ഒരു കോഴിയാണെന്നും വൃത്തികെട്ടവനാണെന്നും എനിക്ക് പണ്ടേ അറിയാം. രോഹിതിനോട് നിന്റെ കൂടെ കൂടരുതെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഇനി നീ ആ വീടിൻ്റെ പടി ചവിട്ടി. ഹരി പറയുന്നുണ്ട്, ഓ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ നിന്റെ സമ്മതം വേണോ? ഈ വീഡിയോ ഞാൻ ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഇടും. അപ്പോൾ ലോകം മുഴുവൻ അറിയും. ബബിത ജ്വലിക്കുന്ന കണ്ണുകളോട് ഹരി എന്ന് നോക്കിയിട്ട് വണ്ടിയിൽ അങ്ങ് കയറി പോവാണ്. ശിവനും രാജീവനും കൂടിയിട്ടാണ് കേട്ടോ അവരവിടെ നിന്ന് കൊണ്ടുവിടുന്നത്. കമലമ്മ പോകുന്നില്ല. പോകുന്ന വഴിക്ക് മുത്തശ്ശിയെ കാണും. മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങളെടുത്ത തീരുമാനം തന്നെയാണ് കുട്ടികളെ നല്ലത്. അലീനയോട് ദേഷ്യം കാണിക്കരുത്. നിങ്ങളുടെ രക്തം തന്നെയാണ് അവളുടേതും. മുത്തശ്ശി ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വന്നു. കമലമ്മയുടെ ചീത്ത കേട്ട് ഇവിടെ നിൽക്കാനൊന്നും എനിക്ക് വയ്യ. ഏതായാലും അവർ കടപ്പാട്ടൂരിലേക്ക് എത്തി. അങ്ങനെ ബാലചന്ദ്രൻ അവർ വരുന്നതും കണ്ടുകൊണ്ട് തന്നെ കളിയാക്കുന്നുണ്ട്. കൃഷ്ണമോളും ഉച്ചത്തിലെങ്ങനെ കളിയാക്കി പറഞ്ഞു, പട്ടി വാലാട്ടി വരുന്നുണ്ട് എന്ന്. രോഹിതിന് അത് കേട്ടപ്പോൾ കലി വന്നു. അലീന ഒന്നും തന്നെ പറയുന്നില്ല. അങ്ങനെ കടപ്പാട്ടൂരിലേക്ക് ആ പഴയ തറവാടിൻ്റെ ഉമ്മറത്തേക്ക് ബബിതയും രോഹിത്തും ബാഗുമായി കയറി വരുമ്പോൾ അവിടെ വലിയ നാടകത്തിനതിനെ അരങ്ങൊരുങ്ങുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ ചാരുകസയിലിരുന്ന് പത്രം വായിക്കുന്നുണ്ട് എങ്കിലും അയാളുടെ കണ്ണുകൾ അവരിൽ തന്നെയായിരുന്നു. കൃഷ്ണമോളുടെ ആ ഒരു പരിഹാസം കലർന്ന ചിരി ആ വീടിൻ്റെ ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിച്ചു. ഓ ഒടുവിൽ പട്ടി വാലാട്ടി തന്നെ വന്നല്ലോ. ഇറങ്ങിപ്പോയപ്പോൾ വലിയ വീരവാദമായിരുന്നല്ലോ. ഇനി ഈ പടി ചവിട്ടില്ല എന്ന് കൃഷ്ണമോൾ ഓരോ വാക്കും മുന വെച്ചതുകൊണ്ട് തന്നെ സംസാരിച്ചു. രോഹിത്തിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. അവൻ എന്തോ തിരിച്ചു പറയാൻ തുടങ്ങിയെങ്കിലും ബബിത അവൻ്റെ കയ്യിലങ്ങ് അമർത്തിപ്പിടിച്ചു. അവൾക്കറിയാം ഇപ്പോൾ ഇവിടെ നിൽക്കുകയല്ലാതെ വേറെ മറ്റു വഴിയില്ല എന്ന്. അലീന അടുക്കളയിൽ നിന്ന് ചായയുമായി ഉമ്മറത്തേക്ക് വന്നു. അവൾ ബബിതയെയും രോഹിതിനെയും കണ്ടപ്പോൾ ഒന്ന് തറഞ്ഞു നിന്നു. അവളുടെ കണ്ണുകളിൽ പരിഹാസമോ വെറുപ്പോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പകരം ഒരു തരം ശാന്തത മാത്രമായിരുന്നു. അവൾ ഓരോ ഗ്ലാസ് ചായ അവർക്ക് നേരെ നീട്ടിയിട്ട് കുടിക്കൂ എന്ന് പറയും.
കുടിക്കൂ, ദൂരെ നിന്നും വന്നതല്ലേ, നല്ല ക്ഷീണം കാണുമെന്ന് അവൾ സൗമ്യമായി പറഞ്ഞു. പക്ഷേ ബബിത ആ ചായ ഗ്ലാസ് അങ്ങ് തട്ടി മാറ്റിയിട്ട് നിന്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ടടി. നീ ഇവിടെ വേലക്കാരിയായി നിൽക്കുന്നത് എനിക്ക് സൗകര്യമാണ്, അത്രയുള്ളൂ. ബബിതയുടെ വാക്കുകളിൽ പഴയ വിഷം ബാക്കിയുണ്ടായിരുന്നു. ബാലചന്ദ്രൻ പത്രം മടക്കി വെച്ച് അവിടെ നിന്നും എഴുന്നേറ്റു. നിങ്ങളിവിടെ വന്നത് ആരുടെയും ഔദാര്യത്തിനല്ല. പക്ഷേ ഒന്നോർക്കണം, ഈ വീടിന്റെ ഐശ്വര്യം ഇപ്പോൾ അലീനയാണ്. അവളെ നിങ്ങൾ ദ്രോഹിക്കാൻ നോക്കിയാൽ പിന്നെ ഈ ബാലചന്ദ്രൻ പഴയ ബാലചന്ദ്രനായിരിക്കില്ല. പിന്നെ നിന്റെ ആ ഹരി, അവനെങ്ങാനും ഇനി ഇങ്ങോട്ടേക്ക് കയറി വന്ന അവൻ്റെ കാല് ഞാനങ്ങ് വെട്ടുമെന്ന് അവനോട് പറഞ്ഞേക്ക്. അങ്ങനെ അന്ന് രാത്രി വീട് ശാന്തമായപ്പോൾ ബബിതയുടെ ഫോണിലേക്ക് ഹരിയുടെ മെസ്സേജ് വന്നു. വീഡിയോ അപ്ലോഡ് ചെയ്യട്ടെ. അത് കേട്ടപ്പോൾ ബബിത തകർന്നുപോയി. സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ ബബിത മുറ്റത്തിറങ്ങി കരയുന്നുണ്ടായിരുന്നു. ഇത് കണ്ടുപിടിച്ച അലീന അവളുടെ അടുത്തേക്ക് ചെന്നു. ബബിത ആദ്യം അവളെ ആട്ടിയോടിച്ചുവെങ്കിലും അലീന വിട്ടുകൊടുത്തില്ല. ഒടുവിൽ ബബിത ഹരിയുടെ ഭീഷണിയെക്കുറിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ അലീനയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അലീന പറയുന്നത്, നീ പേടിക്കേണ്ട ബബിതെ, ഇതിനൊരു പരിഹാരം ഞാൻ ഉണ്ടാക്കിത്തരാം. അവൻ നിന്റെ ആങ്ങളെയാണ്. പറയുന്നതിൽ പോലും ലജ്ജ തോന്നുന്നു. അലീനയുടെ വാക്കുകളിൽ ഒരു പോരാളിയുടെ നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ അലീന ആരുമറിയാതെ ഹരിയെ കാണാൻ അവിടെ വെച്ച് നടക്കുന്ന ഒരു വലിയ ഏറ്റുമുട്ടലിലേക്കാണ് കഥ വിരൽ ചൂണ്ടുന്നത്. ഹരിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വീഡിയോ അലീന എങ്ങനെ നശിപ്പിക്കും? ബാലചന്ദ്രനും വൈജയന്തിയും തമ്മിലുള്ള ആ ഒരു പിണക്കമെല്ലാം തന്നെ ഇനി മാറുമോ എന്നൊക്കെ വരും എപ്പിസോഡുകളിൽ നമുക്ക് വിശദമായിട്ട് തന്നെ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം.